നമ്മുടെ നാട്ടിൽ നഷ്ടമാണ്, കുടുംബത്തിന് നഷ്ടമാണ്, നമ്മുടെ ആരോഗ്യത്തിന് നഷ്ടമാണ്, എല്ലാ സ്ഥലത്തും നഷ്ടമാണ്. അതുകൊണ്ട് കൃഷിരംഗത്ത് നമ്മളെല്ലാവരും സജീവമാകണം. നമ്മുടെ ആഖിറത്തിന്റെ കൃഷിയായ നമ്മുടെ നിസ്കാരവും മറ്റ് കർമ്മങ്ങളും ഒന്നും മറന്നുപോകാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിച്ചു നിൽക്കുകയും വേണം. നീട്ടി സംസാരിക്കുന്നില്ല. സൂറത്ത് നൂൻ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു ഒരു കർഷകരെ പരീക്ഷിച്ച ഒരു സംഭവം പറയുന്നുള്ളത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അവരുടെ ബാപ്പ കൃഷി ചെയ്തെടുക്കുന്ന സമയത്ത് കുറെ സാധുക്കൾ വരും. അവർക്കൊക്കെ ആ കൊയ്തെടുക്കുന്ന സമയത്ത് അവിടെ കൊഴിഞ്ഞു പോകുന്നത് പെറുക്കിയെടുക്കാനും അവരുടെ വകയിലും അദ്ദേഹത്തിന്റെ വകയിലും സംഭാവനയായി കൃഷിയിൽ നിന്ന് കൊടുക്കാറുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ മക്കളൊരു യോഗം ചെയ്യുന്നു. അവർ തീരുമാനിച്ചു, ഇനി നമുക്ക് കൃഷി കൊയ്ത് കൊണ്ടുവരണം, പക്ഷേ അത് നേരത്തെ ദിവസം പ്രഖ്യാപിക്കണം. നേരത്തെ ദിവസം പ്രഖ്യാപിച്ചാൽ കുറെ സാധുക്കൾ വരും, കുറെ അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ സമയം പറയരുത്, പറയാത്ത രൂപത്തിൽ നമുക്ക് കൃഷി കൊയ്ത് കൊണ്ടുവരണം എന്ന് അവർ തീരുമാനിച്ചു. അവർ അങ്ങനെ പരസ്പരം ഒത്ത് ആരും അറിയാതെ ഒരു ദിവസം തീരുമാനിച്ചു. അങ്ങനെ അവർ രാവിലെ ആ കൃഷി കൊയ്യാൻ വേണ്ടി അവർ പോകാൻ പരസ്പരം വിളിച്ച് അവർ പോകാൻ വേണ്ടി സന്നദ്ധമായി അവർ പോകാൻ ഇറങ്ങി. വളരെ ആവേശത്തോടെ പോകുന്ന സമയത്ത് അവർ പരസ്പരം പറഞ്ഞു, ഒരു സാധു ഒരു പാവപ്പെട്ടവനും ഇന്നിങ്ങോട്ട് കയറൂല. കാരണം ആരും അറിയില്ലല്ലോ നമ്മൾ ഈ കൃഷി കൊയ്യാൻ പോകുന്ന വിവരം, ഒരാളും അറിയാതെയാണല്ലോ നമ്മൾ പോകുന്നത് എന്നൊക്കെ പരസ്പരം സ്വകാര്യം പറഞ്ഞ് അവർ കൃഷി കൊയ്യാൻ വേണ്ടി രാവിലെ അവരുടെ കൃഷിസ്ഥലത്ത് ചെന്നു നോക്കിയപ്പോൾ ആ സമയത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹു പറഞ്ഞു, അവര് രാത്രിയിലൊക്കെ പ്ലാൻ ചെയ്ത് ഉറങ്ങിക്കിടന്നു. പക്ഷേ രാത്രിയിൽ അവരുടെ കൃഷിയിടങ്ങളിൽ പൂർണ്ണമായി അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീയിറങ്ങി കൃഷി മുഴുവനും കത്തിച്ചാമ്പലായി പോയി. അപ്പോൾ പിന്നെ അവരവിടെ ചെന്നു നോക്കുമ്പോ നമ്മൾ കൃഷിസ്ഥലം ഇത് തന്നെയാണോ സംശയം. കാരണം ഇന്നലെ ആ കൃഷി അത് പൂർണ്ണമായി നശിച്ച് അവർക്ക് ബോധം വന്നു, അല്ല അല്ലാഹു നമുക്ക് തന്ന വിഭവങ്ങളിൽ സാധുക്കൾക്ക് പങ്കുകൊടുക്കാത്തതിനാൽ അല്ലാഹു തന്നെ ശിക്ഷിച്ചു കളഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി അവരെ കൂട്ടത്തിൽ ഒരൽപ്പം ചിന്തയുള്ള അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തണം, അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു പരിപാടി ചെയ്യാൻ പാടില്ല. ഹലോ സുബ്ഹാന റബ്ബിനാ അവരൊന്നടങ്കം ഞങ്ങൾ അക്രമം ചെയ്തു പോയി, ഞങ്ങൾ റബ്ബേന്റെ പരിശുദ്ധ ഞങ്ങൾ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അവർ അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ തുനിഞ്ഞു. അവർ പരസ്പരം അപ്പൊ തന്നെ അങ്ങനെ വേണ്ട കണ്ടെന്ന പോലെ തന്നെ പഴയകാലത്ത് ഉപ്പാപ്പ നടന്ന പോലെ തന്നെ നടക്കാൻ അല്ല നീറ്റം പറയാൻ ആളുണ്ടാവും. പക്ഷേ അവരെ മനസ്സ് അവർ നിരാശരായില്ല. അവർ അല്ലാഹുവിലേക്ക് മനസ്സുരിച്ച് അല്ലാഹു നമുക്ക് പകരം തരും നമ്മൾ തൗബ ചെയ്താൽ എന്ന് പറഞ്ഞ് അവർ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അവരുടെ മനസ്സ് നടത്തിയപ്പോൾ വീണ്ടും അല്ലാഹു തആല അവർക്ക് അനുഗ്രഹം കൊടുത്ത സംഭവത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് അനുഗ്രഹങ്ങളും അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് ഓർമ്മിച്ച് അല്ലാഹുവിന്റെ നന്ദിയുള്ളവരായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും കൃഷിയിടങ്ങളുണ്ടാവും. ആ കൃഷിയിടങ്ങളിൽ പലതും നമ്മുടെ ഉമ്മബാപ്പമാർ അവർ സമ്പാദിച്ചതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സമ്പാദിച്ചതായിരിക്കും. നമ്മൾ സ്വന്തത്തിൽ വാങ്ങിയതും ചിലപ്പോഴുണ്ടാവും.
അത് സമ്പാദിക്കാനുള്ള സൗകര്യങ്ങളും മറ്റും നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ ഉമ്മവാപ്പായിരിക്കും. അപ്പൊ നമ്മുടെ ഭൂമികളുള്ളവരൊക്കെ ആ ഭൂമി നേരത്തെ കൈവശം വെച്ചിരുന്ന നമ്മുടെ ഉമ്മവാപ്പമാരെ അതുപോലെ നമ്മുടെ മുൻഗാമികളെ മറന്നു പോകാൻ പാടില്ല. അവരൊക്കെ പേരിൽ എഴുന്നേറ്റുന്ന ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്ത് रुपये मुसलमानों के लिए भी अजमेर शरीफ के उर्स में पास करते हैं और उसके लिए कमेटी मुंतखब करते हैं. जितने मुसाफिरीन है വിവിധ മേഖലകളിലുള്ള ആളുകളെ വ്യത്യസ്ത സ്റ്റേജുകളിൽ സദസ്സിൽ നിർത്തിക്കൊണ്ട് ബോധവൽക്കരിക്കുക. ഈ സദസ്സിലുള്ളത് തൊഴിൽ മേഖലയിലുള്ളവരാണ്. തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ മേഖലയുടെ ബാക്കിൽ ഇതേ സമയത്ത് ക്ലാസ് നടക്കുകയാണ്. മറ്റു മേഖലയിലുള്ള തൊഴിലാളികളുടെ സമ്മേളനമാണ് ഇവർ വെച്ച് നടക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഈ തൊഴിലാളി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, വേദിയിലുള്ള ബഷീർ ഫൈസി കുന്നക്കോട്, എം സാദിഖ് സഖാഫി, അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർശാല, അബ്ദുൽ കരീം, ഷഫീഖ് ടി, സലീം, മറ്റ് വേദിയിലുള്ള കേരളത്തിൽ മുഹമ്മദ് നാസർ, എം പി എമീർ സാഹിബ്, എം എസ് മൂവാലമ്പുറം, കെ കെ മൗലവി മോഹൻ, സൈനികൻ സഖാഫി ഇരുമ്പുഴി, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കൾ, എക്സ്എൽഎഫിന്റെ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്എൽഎഫ് സംഘടിപ്പിക്കുന്ന ഒരു തൊഴിലാളി സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും എക്സ്എൽഎഫ് 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സമ്മേളനം ഏതാണ്ട് ഇതിന് എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങളെയും നോക്കിക്കാണുകയും എല്ലാ മേഖലയും പരാമർശിച്ചുള്ള സമ്മേളനവും ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഈ 60ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുകയാണ്. ദേശീയോദ്ഗ്രഹ സമ്മേളനം, മാധ്യമ സമ്മേളനം തുടങ്ങി വ്യത്യസ്ത ദേശാന്തരീയ വർത്തമാനം ഞാൻ ഈ പ്രോഗ്രാം ബുക്ക് വായിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ